ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കട്ടിലായതുകൊണ്ട് സപ്ലൈസ് തീർന്നു പോയി. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ വന്നിക്കുക. ബേസിക്കായിട്ട് എൻ്റെ കട്ടിൽ ഞാൻ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ വീഡിയോ ചെയ്യാനായിരുന്നു. അപ്പോൾ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഞാൻ കഴിക്കുക എന്നുള്ളത്. ഫസ്റ്റ് എന്തായാലും ഓട്സില്ലാണ്ട നോ ഡയറ്റ് ഫോർ മീ. അത് കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ ഞാൻ കുറച്ച് പ്രോസസ് ഫുഡ്സ് ഇല്ല ഇപ്പോൾ കംപ്ലീറ്റ്ലി. പക്ഷെ ആകെ ഒരു പ്രോസസ് ഫുഡ് കഴിക്കണത് ഒരു 15 to 20 grams മെഷർ ചെയ്ത് കഴിക്കാറുള്ളൂ. കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ കോൺഫ്ലേക്സിൻ്റെ ഒരു ഡബ്ബി കോൺഫ്ലേക്സ് അത് കട്ട് ചെയ്ത് കോൺഫ്ലേക്സ്. പിന്നെ ഹെൽത്തി ഫാറ്റ്സിന് ഓബിയസ്ലി പീനട്ട് ബട്ടർ, അത് നമ്മളെടുക്കും. മിൽക്ക്, പക്ഷെ ഞാൻ സാധാ വീട്ടിലത്തെ പാല ഉപയോഗിക്കാറ്. ഇപ്പോൾ വന്നപ്പോൾ ഒരെണ്ണം വാങ്ങാന്ന് വെച്ച് ഞാൻ, കാരണം ഇത് ഞാൻ ഇവിടെ വന്നാൽ വാങ്ങാറുണ്ട്. മിൽക്കി മിസ്റ്റിന് തന്നെ ടോണ്ട് മിൽക്കാ. പിന്നെ വെജിറ്റേറിയൻ ഓപ്ഷൻ എന്താ ഇപ്പം എന്തെങ്കിലും ടോഫു. റബ്ബർ പോലെയാണ് കഴിക്കാൻ, പക്ഷെ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഇതാ. പനീറാകുമ്പോൾ ഹൈ കാലറീസാ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒപ്പം അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പഴം. എന്തായാലും അതും എടുക്കുന്നുണ്ട് നമ്മള്. ആസ് യൂഷ്വൽ ബീൻസ് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ. ഇതൊരു ലോ കാലറി ഫുഡ്, അപ്പോൾ കുറേ ക്വാണ്ടിറ്റി കിട്ടും. കട്ടിലൊരു കീ പോയിന്റാ. കുറേ കഴിക്കാൻ പറ്റണം, പക്ഷെ അധികം കാലറി ആവാനും പാടില്ല. നെക്സ്റ്റ് നമ്മുടെ ഫുഡ് ഐറ്റം ക്യൂക്കമ്പേഴ്സാ. ലോ കാലറി ആണ്, അതുപോലെ തന്നെ കുറച്ച് തണുപ്പിച്ച് കഴിച്ചാൽ എന്തായാലും ഒരു ടേസ്റ്റ് ചെല്ലണ്ടേ, അപ്പം അതിന്. പിന്നെ ഗ്രീക്ക് യോഗട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ സാധാ കേട് വീട്ടിലമ്മ ഉണ്ടാക്കും, അപ്പോൾ അതാ കഴിക്കാറ്. ഗ്രീക്ക് യോഗട്ട് ട്രൈ ചെയ്ത് നോക്കാൻ. ഷുഗർ ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഓബിയസ്ലി കോക്ക് സീറോ. ഇന്ന് ഒന്നല്ല രണ്ടെണ്ണം എടുക്കുന്നുണ്ട്, കാരണം വീടിൻ്റെ പിന്നെ 2 പേരുണ്ട്. അപ്പോൾ എനിക്കത് എത്തില്ല, അവനെ കൊണ്ട് എടുപ്പിക്കണം. ആപ്പിൾ വീട്ടിലുണ്ട്, വാട്ടർമെലനും വീട്ടിലുണ്ട്. പ്ലെയിൻ ഫുഡ്സ് ആണ് ഇപ്പം കഴിക്കണം. അപ്പോൾ ചോറ്, ചിക്കൻ, ബീൻസ്, പൊട്ടാറ്റോ, അതന്നെ 2 മീല. പിന്നെ അവസാനത്തെ മീലായിട്ട് ഓട്സ്, പ്രോട്ടീൻ പൗഡേഴ്സ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് സ്റ്റോക്ക് ചെയ്യാനുള്ളതെന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. അമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ പോകുമ്പോൾ ഇനി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതും കാണിക്കാം. എനിക്കല്ലാട്ടാ, ഇത് അമ്മയ്ക്കാ. ഇത് വരും പ്രോട്ടീൻ്റെ ചിപ്സ്. നമ്മൾ പ്രോസസ് ഫുഡ്സ് കഴിക്കില്ല. ഇത് പിന്നത്തെ ആൾക്കാർ ഒന്നും എടുക്കാനല്ല, വെറുതെ കാണാൻ വന്നാ. കുറെ ദിവസമായി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ. പ്രോട്ടീൻ പാർട്സ് കഴിക്കണ്ടെന്ന് ഞാൻ അതും ഇപ്പം ഇല്ല. നമ്മൾ ഗോൾ ഫിസിക് അതാണ്. ഇപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ നമ്മൾ ഒരെണ്ണം മറന്നു. ആപ്പിള് കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ആപ്പിൾ ലാസ്റ്റ് വേണം, അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്യണം. അതാണ് മറന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടാവണത് വാട്ടർമെലനാണ്. വാട്ടർമെലൻ വില കുറവാണ്, അതുപോലെ ലോ കാലറീസും ആണ്. പിന്നെ ഡെഫിസിറ്റിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ലോ കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ എലമെൻ്റ് ആണ്. അപ്പോൾ കുറേ കഴിക്കാനും പറ്റും, പ്ലസ് ടേസ്റ്റും ഉണ്ട്. പിന്നെ ചിക്കൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ടല്ല കഴിക്കുക. ചിക്കൻ ബ്രസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പുറത്തുനിന്ന് വാങ്ങും 200-300 ഗ്രാംസിന്. അപ്പം അടുത്ത് കിട്ടില്ല ദൂരെ പോയിട്ട് ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട്. പക്ഷെ ഞാൻ ഫുൾ കോഴിയായിട്ടാണ് സാധാരണ വാങ്ങാറ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് നോർമലി കഴിഞ്ഞാൽ ഞാൻ ബോണുള്ള പീസസും കഴിക്കും. അപ്പോൾ അത് ഓബിയസ്ലി മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീനും കുറവാണ്, കുറച്ച് കാലറീസും കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം അത് കഴിക്കുമ്പോൾ ഹോൾ ഡയറ്റ് ഞാൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു വലിയ എക്സ്റ്റെൻഡ് വരെ പ്രശ്നമല്ല, പക്ഷെ കുറച്ചുകൂടി കട്ടിലേക്ക് ഡീപ്പായി പോകുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. ചിക്കൻ ബ്രസ്റ്റ് ഡെഫിസിറ്റിൽ ഞാൻ കുറച്ച് കൂടുതൽ പ്രിഫർ ചെയ്യും. ബൾക്കിലാകുമ്പോൾ ഞാൻ ആ ചിക്കൻ ആയാലും അങ്ങനെ മാനേജ് ചെയ്ത് പോകും. എഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ദിവസം 5 എഗ് വൈറ്റ്സ് കഴിക്കും. ഒരാഴ്ചക്ക് 35 എണ്ണം. അറ്റ് എ ടൈം ഞങ്ങൾ 30-40 എണ്ണം വാങ്ങും. പിന്നെ ഇടയ്ക്ക് പോയി വാങ്ങണ്ടല്ലോ. അതാണ് അപ്പോൾ എഗ്സിൻ്റെ ടോട്ടൽ കൗണ്ട് ഒരാഴ്ചത്തെ. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, ബോഡി ബിൽഡിങ് ഒരു നല്ലൊരു സോളിഡ് ഫിസിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫുഡ് പ്രയോറിറ്റീസ് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ കുറച്ച് അത്യാവശ്യം എക്സ്പെൻസ് വരുന്നുണ്ട്. എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ട്. അതുകൊണ്ട് ഐ മാനേജിങ് സംഭവം. എനിക്ക് ബോഡി ബിൽഡ് ചെയ്യാനുള്ള എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. ഞാനും കുറേ രീതിയിൽ എന്താ വെച്ചാൽ കോസ്റ്റിനെ കട്ട് ഡൗൺ ചെയ്യും ചില സമയത്ത്. ഇപ്പോൾ ഡെഫിസിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഫുഡ് ഓപ്ഷൻസ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി ബൾക്കിലാകുമ്പോഴേക്കും. അപ്പോൾ ഓവറോൾ ചിലവുകൾ കുറവാണ്. എന്നാലും ഒരു മാസം അത്യാവശ്യം ചിലവ് വരും. ഞാനത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യണോണ്ട്, എന്നെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്യണോണ്ട് എനിക്ക് ആ ഒരു ഫൈനാൻഷ്യലായിട്ട് ഫുഡിൻ്റെ ടേംസിൽ മാറ്റർ ചെയ്യുന്നില്ല. കാരണം കുറേ ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കീ ടിപ്പ് എന്ന് പറയുന്നത്
സാധാ പ്ലെയിൻ ഫുഡ് ചോയ്സസ് മാത്രമായി ചൂസ് ചെയ്യാം. പിന്നെ സീസണിങ്സ് ഒക്കെ കുറച്ചായി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോരോ ഫുഡ് ചൂസ് ചെയ്യാനൊക്കെ നല്ലത്. അതായത് സിമ്പിൾ ഹോൾ ഫുഡ്സ്, അതായത് റൈസ്. ഇപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അധികം ചിലവില്ലേ, റൈസൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ഡയറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ചിലവ് നമുക്ക് ഒരു പൊടിക്ക് കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒരു വീഡിയോ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഗ്രോസറി ഹോൾ എങ്ങനെയാണ്. ഡെഫിസിറ്റ് ആയിട്ട് പക്ക പ്ലെയിൻ ഫുഡ്സ് തന്നെയാണ്. ഹോപ്പ് ദാറ്റ് ഇങ്ങനെ ഈ ഫുഡ്സിനെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്. സോ സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം.